പരിഹാരമാർഗം. ഇപ്പൊ കരുവന്നൂർ ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുകയാണ്. ED വ്യക്തമായി PMLA കോടതിയിൽ, ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 7 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്, ഞങ്ങൾ 100 ചില്ലാനം കോടി സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇത് പക്ഷേ ബാങ്കിന് മാത്രമേ ഇത് വിൽക്കാനും ഇതിന്റെ പണം കൊണ്ടുവരാനും അത് ബാങ്കിന്റെ രജിസ്റ്ററിലുള്ള ഇവിടെ പൈസ തന്നിരിക്കുന്ന പാവങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനും ബാങ്കിനെ സാധിക്കൂ, EDക്കോ പ്രധാനമന്ത്രിക്കോ സാധിക്കില്ല. പ്രധാനമന്ത്രി 2024 കുന്നംകുളത്ത് വന്നപ്പോൾ സംസാരിച്ചത് ഇത് തന്നെയാണ്. ED വഴി ഞങ്ങൾ കരുവന്നൂർ പോലെയുള്ള ബാങ്കുകളിൽ നിന്ന്, അഴിമതിക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത പണം തിരിച്ച് പാവങ്ങൾക്ക് കിട്ടിയിരിക്കും, അത് ഞങ്ങൾ തന്നിരിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞെങ്കിൽ അവിടെയാണ് ഈ 56 102 ഇഞ്ചൊക്കെ വെളിവാകുന്നത്. പക്ഷെ നിയമ സംവിധാനം, ഈ ബാങ്ക് ആ തുക സ്വീകരിക്കണം, അല്ലെങ്കിൽ കണ്ടുകെട്ടി ED ഏൽപ്പിക്കാൻ, ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് PMLA കോടതി പറഞ്ഞിട്ടുണ്ട്. കോടതി അതിന് ചോദ്യം ചോദിച്ചിട്ട് ഇതുവരെ ആ കോഓപ്പറേറ്റീവ് ബാങ്കോ അല്ലെങ്കിൽ മറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുകളോ അതിന് നടപടി എടുത്തിട്ടില്ല. അത് പിന്നെ നിങ്ങളുടെ ജീവിത സമരമാവണം. ആനന്ദവല്ലി ചേച്ചി വന്ന് എന്റെ നെഞ്ചത്തോട്ട് കയറിയിട്ട് കാര്യമില്ല. ഞാൻ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞാണ്. നിങ്ങളുടെ മുഖ്യമന്ത്രി വഴി കോഓപ്പറേറ്റീവ് കാര്യങ്ങൾ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന, അതാണ് പറഞ്ഞതിന്റെ സംക്ഷിപ്തം അതാണ്. അല്ല മുഖ്യമന്ത്രിക്ക് നേരിട്ട് ആ വകുപ്പിൽ കയറി ചെയ്യാനൊക്കത്തില്ല. ആരാണോ സഹകരണ വകുപ്പ് അവരെ കൊണ്ട് പറഞ്ഞ്, പാവങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭരണത്തിന്റെ കരുതൽ, കരുണ, ദയ, കാരുണ്യം എല്ലാമെങ്കിൽ ഉറപ്പായിട്ട് ഈ കാശ് EDയിൽ നിന്ന് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് വീതം വെച്ച് കൊടുക്കണം. അവിടെയാണ് ഈ കലിംഗ് സംഗമ എന്താണ് അതിന്റെ ഉദ്ദേശം നടപ്പിലാവുന്നത്, അവിടെയാണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ കയറരുത്, ഇത് തെളിവായി പൊന്തി വരരുത്, ഇത് നിങ്ങളുടെ ഒരു ജനകീയ മുന്നേറ്റമായി വരരുത് എന്ന് ഉദ്ദേശമുള്ളവർക്ക് ഉറപ്പായിട്ടും വക്രീകരിക്കാനുള്ള ത്വരയുണ്ടാവും. അതിനെനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, അത് അവരുടെ അവകാശം. പക്ഷെ ദൈവമെന്നൊരാളുണ്ട്, കിട്ടിയിരിക്കും. എന്റെ വിശ്വാസം അതാണ്. അതുകൊണ്ട് പൊതുവിഷയങ്ങൾ അല്ലാതുള്ള വ്യക്തിപരമായ വിഷയം വന്നാൽ അത് ജില്ലാ പ്രസിഡന്റ്, ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ്, അവർക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട്. അത് ക്വാറിക്കാരെടുത്ത് നിന്ന് 2 കോടി വാങ്ങുന്ന ജില്ലാ പ്രസിഡന്റുമാരും ഞങ്ങളുടെ കൂട്ടത്തിലില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീട് വെക്കുന്നതിനോ അല്ലെങ്കിൽ അതിനൊപ്പം അങ്ങനെയും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ, വെളിയിലെടുത്ത് കടഞ്ഞു തരാം. ഞാൻ എൻ്റെ പ്രവർത്തന കാര്യങ്ങളിൽ കൊണ്ടുവരുന്ന ഇടപാടുകളിൽ എന്തെങ്കിലും സത്യസന്ധമായി നിങ്ങൾക്ക് എന്റെ മുന്നിൽ കൊണ്ടുവന്ന് തെളിവ് സഹിതം ഒരു ഫ്രോഡ് നടന്നു എന്ന് വെച്ചാൽ പുറത്താക്കി തരാം. അവരും കേൾക്കുകയാണ് ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ള വിഷയങ്ങളുമായി മുന്നോട്ട് വരാം. പറയാനുള്ളവർ ഇവിടെ വന്ന് നിന്ന് എന്നെ ഒപ്പുന്നത് പോലെ നിങ്ങളെയും അവർക്ക് ഒപ്പാൻ സാധിക്കണം. ഇവിടെ വന്ന് നിന്ന് മൈക്ക് തരും, സംസാരിക്കണം. തുടങ്ങാം.